അന്ന് പിച്ചിയ മാങ്ങയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് 2-3 മാങ്ങയൊക്കെ പിച്ചിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊന്ന് പുറത്തിറങ്ങാനൊരു മോഹം തോന്നി വെളിയിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അടുത്ത മാസം വിഷു ആയതുകൊണ്ട് ഈ മാസമേ പൂത്ത് നിൽക്കുന്ന ഒന്നാണല്ലോ കണിക്കൊന്ന. നല്ല ഭംഗിയാണ് കേട്ടോ ഈ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്ന കാണാൻ. സമയത്ത് ഇതൊന്നും കിട്ടത്തുമില്ലേ. ഞങ്ങൾ പോകുന്ന വഴിക്ക് 2-3 മരം ഉണ്ടായിരുന്നു കേട്ടോ കണിക്കൊന്ന ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ പോകുന്നത് ഉളിയക്കോവിലോട്ടാണ്. അവിടെ ഉത്സവം നടക്കുകയെന്ന് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നെന്തോ ഘോഷയാത്ര ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് പോകുന്നത്. ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ ഒരു 6:30-7 മണി അടുപ്പിച്ച് 6:30 ആയെന്ന് തോന്നുന്നു കേട്ടോ അവിടെ എത്തിയപ്പോഴത്തേക്ക്. അവിടെ പരിപാടികളൊന്നും വലുതായിട്ടില്ല. എന്തോ വിളക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. നമ്മൾ ആനയോ ചെണ്ടമേളോ ഉണ്ടെങ്കിൽ ഏസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ ഒന്നുമില്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ചെറിയൊരു നിരാശയായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് കണ്ട കാഴ്ചയാണ് അവിടുത്തെ സ്റ്റേജ്. ഇത് മിക്കവർക്കും അറിയാം, ഭയങ്കര വലിയ സ്റ്റേജാണ് കേട്ടോ. നല്ല പ്രോഗ്രാംസുമാണ് നടക്കുന്നത്. ഇത് കണ്ടപ്പം എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം കൂടി ഞാൻ ഷെയർ ചെയ്യുകയാണ്. കൂനമ്പായിക്കുളത്ത് ഉത്സവം കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ആവുന്നു കേട്ടോ. അവിടെ ഒരു DJ പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നേ. രാത്രി ഒരു 7:30-8 മണിയായി തുടങ്ങിയപ്പോഴത്തേക്ക് എന്തോരം ലൈറ്റും ബഹളമായിരുന്നേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉത്സവ പറമ്പിലൊക്കെ DJക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കുറച്ച് നേരം അവിടെ നിന്ന് DJ ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ അന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. പക്ഷേ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് അത്രയുള്ള സ്റ്റേജൊന്നുമല്ല, ചെറിയ സ്റ്റേജായിരുന്നേ. അപ്പോൾ ഇത്രയും വലിയ സ്റ്റേജിൽ എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും മറ്റേ സ്റ്റേജൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് എണ്ണയൊക്കെ ഒന്ന് അടിച്ച് അവിടെ ചെന്നപ്പം കുറച്ച് നേരം പോസ്റ്റായി കേട്ടോ. ഗൂഗിൾ പേയിൽ അവർക്ക് കാശ് ചെന്നിട്ടില്ല എന്നും പറഞ്ഞു നമുക്ക് പൈസ പോയിട്ടുണ്ടായിരുന്നേ. പോകുന്ന വഴിക്ക് പിന്നെ പൊറോട്ട മേടിക്കാമെന്ന് വിചാരിച്ചു. കാര്യം ഇന്നത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നല്ലോ. ചെന്ന ഉടനെ ഏയ്സനൊരു ദോശയും കൊടുത്തു. അതിനുശേഷം നമ്മൾ ചിക്കൻ കറി ചൂടാക്കിയിട്ട് ഞങ്ങൾ പൊറോട്ടയൊക്കെ ആയിട്ട് തിന്നാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഡിന്നറും കഴിച്ചിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.